നമ്മുടെ മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ 10K പെർ ഹവർ ഇൻ BMS നടന്നേക്കുന്നത് വെറും 5 ചിത്രങ്ങൾക്കാണ്. അതായത് 10,000 ടിക്കറ്റുകൾക്ക് മുകളിൽ 1 മണിക്കൂറിൽ ബുക്ക് മൈ ഷോ വഴി റിലീസിന് മുൻപേ പ്രീ സെയിൽസ് ആയിട്ട് നടന്നേക്കുന്ന കാര്യമാണ് പറയുന്നത്. എമ്പുരാൻ, തുടരും, ബബ്ബബ്ബ, പാട്രിയോട്ട്, ദേ ഇപ്പം ദൃശ്യം 3. ഞാൻ തന്നെ പല വീഡിയോകളിൽ ആവർത്തിച്ച് പറഞ്ഞേക്കുന്നൊരു കാര്യമുണ്ട്. സംടൈംസ് മോളിവുഡിൽ കണ്ടന്റ് ഈസ് നോട്ട് ദ കിങ്. ഇത് കണ്ടന്റ് വുഡ് അല്ല, സംടൈംസ് ഇറ്റ് ഈസ് മോഹൻലാൽ വുഡ്, ദി എൽ വുഡ്, ദി ബ്രാൻഡ്. ലാലേട്ടൻ ഈസ് ദ കിങ്, ഒരു സംശയമില്ല. ഈ 5 ചിത്രങ്ങളിലും പുള്ളിയുടെ സാന്നിധ്യമുണ്ട്. 3 പുള്ളി നായകനാണ്, 2 പുള്ളി എക്സ്റ്റൻഡഡ് ക്യാമിയോയിൽ വന്നതുകൊണ്ട് ദിലീപേട്ടനും മമ്മൂക്കയ്ക്കും കുടിക്കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ദൃശ്യത്തിൻ്റെ വരവോടുകൂടി, ദൃശ്യം 3യുടെ വരവോടുകൂടി നമ്മുടെ മോളിവുഡ് ബോക്സ് ഓഫീസിൽ കറുപ്പെന്ന് പറയുന്ന സൂര്യയുടെ കംബാക്ക് പടത്തിൻ്റെ വേട്ട ഒരു 6 ദിവസം കൊണ്ട് അവസാനിക്കുകയാണ്. ഏകദേശം 75% മുകളിൽ വാഷ് ഔട്ട് ആകും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ. ഹലോ സിനിഫയൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ഏകദേശം 16 കോടി ബഡ്ജറ്റിൽ വരുന്ന ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ പ്രീ സെയിൽസ് ആയിട്ട് മാത്രം വേൾഡ് വൈഡ് FD 30 കോടി പിന്നിട്ട് കഴിഞ്ഞു. വീക്കെൻഡ് ആണെങ്കിൽ 45 കോടി, കേരള ബോക്സ് ഓഫീസിലാണെങ്കിൽ 8 കോടിക്ക് മുകളിൽ പ്രീ സെയിൽസ് മാത്രം കൊണ്ട് തൂക്കി നിൽക്കുകയാണ്. അതായത് പാട്രിയോട്ടാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ FD ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്, കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡും. അത് രണ്ടും പ്രീ സെയിൽസ് കൊണ്ട് മാത്രം ദൃശ്യം 3 ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു വാട്ട് എ മൊമെൻറ്റ് എന്നല്ലാണ്ട് എന്ത് പറയാനാണ്. ഈ പടത്തിന് കാര്യമായിട്ട് ഒരു ഗ്രൗണ്ട് ലെവൽ പ്രൊമോഷനും അവർ നടത്തിയിട്ടില്ല, നടത്തേണ്ട കാര്യമില്ല. ദൃശ്യം ദ ബ്രാൻഡ്, മോഹൻലാൽ ദി ബ്രാൻഡ്, അത് രണ്ടും ഒന്നാകാൻ നേരത്ത് ഇത് സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി സീരിയസ് ആയിട്ട് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ സിനിമയ്ക്ക് ഉടനെ ഒന്നും OTT വിറ്റ് പോകത്തില്ല. വിറ്റ് പോയിട്ടുണ്ട്, അതായത് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യത്തില്ല. പെൻ സ്റ്റുഡിയോസും പനോരമയും കൂടി ചേർന്നാണ് ഇതിൻ്റെ തിയേറ്ററിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത്, ഇതിൻ്റെ റൈറ്റ്സ് വാങ്ങിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരാണ് ഈ സിനിമ ഹിന്ദിയിൽ ചെയ്യുന്നത്. ഹിന്ദി പടം, ഹിന്ദി ദൃശ്യം, അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യം അവിടെ റിലീസായതിനു ശേഷമേ ഇവിടെ ഈ പടത്തിൻ്റെ OTT റിലീസ് ഉണ്ടാകത്തുള്ളൂ. 3 ലാംഗ്വേജിലായിട്ട്, സോറി 3 അല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം 4 ലാംഗ്വേജിലായിട്ട് പാൻ സൗത്ത് ഇന്ത്യൻ പ്ലസ് പാൻ ഓവർസീസ്. കാര്യം നമ്മൾ ഓവർസീസ് മൊത്തം തൂക്കും. ബോളിവുഡ് ഫിലിം അല്ലെങ്കിൽ ബോളിവുഡ് ഓഡിയൻസ് ഓവർസീസിൽ ദൃശ്യം 3 അജയ് ദേവ്ഗണിൻ്റെ കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അവരെ കൊണ്ട് പോലും നമ്മൾ മലയാളം ദൃശ്യത്തിന് ടിക്കറ്റ് എടുപ്പിക്കൂടെ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നിന്ന് കത്തും ബോക്സ് ഓഫീസ്. ഒന്ന് ഓർത്ത് നോക്കണം. പോസിറ്റീവ് റെസ്പോൺസ് കൂടിയാണെങ്കിൽ ഒരു ലോങ് തിയേറ്ററിക്കൽ റൺ ദൃശ്യം 3ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നടക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കട്ടല്ലേ. ഇനി സീരിയസ് ആയിട്ട് മറ്റൊരു കാര്യം പറയാം. അത് കറുപ്പിനെ കുറിച്ചാണ്. കറുപ്പിനെ കുറിച്ച് പറയാൻ നേരത്ത് സൂര്യ ഫാൻസ് വന്ന് പൊങ്കാലയിടല് പറയുന്ന സത്യമാണ്. 6 ദിവസം കൊണ്ട് കറുപ്പ് കേരള ബോക്സ് ഓഫീസിൽ 75% വാഷ് ഔട്ട് ആകാൻ പോവുകയാണ്. അത് കറുപ്പ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് മൺഡേ മുതൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ വീണു എന്ന് തന്നെ പറയാം. എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ബുക്ക് മൈ ഷോയിൽ കയറി നോക്കിയോ, ഇന്നത്തെ ദിവസം കയറി നോക്കിയോ, ഇപ്പം കയറി നോക്കിയോ. ആലപ്പുഴ തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഒരു ഷോ പോലും ഹൗസ്ഫുള്ളായിട്ട് പടം കയറിയിട്ടില്ല. കറുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. കറുപ്പിന് ടെറിട്ടറി വൈസ് നോക്കുമ്പോൾ ഏറ്റവും കുറവ് കളക്ഷൻ വന്നേക്കുന്നത് നമ്മുടെ കേരള ബോക്സ് ഓഫീസിലാണ്. 10 കോടി കംപ്ലീറ്റ് ചെയ്തു, സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. അത് റൈറ്റ്സ് വെച്ച് നമ്മൾ കുറവായതുകൊണ്ട് മാത്രമാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ ആന്ധ്ര, തെലങ്കാന ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, ഓവർസീസ് ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, നിന്ന് കത്തിക്കുകയാണ് കറുപ്പ്. അതിൽ ഒരു തർക്കവുമില്ല. അജിത്തിൻ്റെ കരിയർ ഹയസ്റ്റ് BMS സെയിൽസ് GBU ആണ്, ഗുഡ് ബാഡ് അഗ്ലിയാണ്. അതിനെ കറുപ്പ് ഇതിനോടകം തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. BMS സെയിൽസ് വൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തലയുടെ കരിയർ ഹയസ്റ്റ് ഗ്രോസർ അടിച്ചു തൂക്കിയിട്ടേ സൂര്യയുടെ കറുപ്പ് കംബാക്ക് ചെന്ന് നിൽക്കത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനോടകം നമ്മുടെ ധനുഷിൻ്റെ കരിയർ ഹയസ്റ്റ് ഗ്രോസർ ആയിട്ടുള്ള റായനെ അടിച്ചു തൂക്കി പറത്തിയിട്ടുണ്ട്. പ്രദീപ് രംഗനാഥൻ്റെ കരിയർ ഹയസ്റ്റ് ഗ്രോസർ ആയിട്ടുള്ള ഡ്രാഗൻ 150 കോടിയാണ്, അതിനെ പറത്തി വിട്ടിട്ടുണ്ട്. പിന്നൊരു കമ്പാരിസൺ സൂര്യയ്ക്ക് നേർക്ക് വന്നത് ശിവകാർത്തികേയനുമായിട്ടാണ്. ആ ഹേറ്റ് നടന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ പുള്ളിയുടെ ഡൗൺഫാൾ നടന്നൊരു സമയത്ത് നടന്നേക്കുന്നൊരു കമ്പാരിസണാണ് ശിവകാർത്തികേയനുമായിട്ടുള്ള കമ്പാരിസൺ. ആ ശിവകാർത്തികേയൻ്റെ അമരനൊഴിച്ച് ബാക്കി എല്ലാം തൂക്കി വിട്ടിട്ടുണ്ട്. അമരൻ 300 കോടിക്ക് മുകളിലുണ്ട്. അത് ഈ പടം കൊണ്ട് തൂക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും തലയെ തൂക്കിയുള്ള കംബാക്ക് എന്ന് പറഞ്ഞ് സൂര്യ ഫാൻസ് അർമാദിക്കാനായിട്ടുള്ള എല്ലാ ചാൻസും ഈ അടുത്ത് തന്നെ കാണുന്നുണ്ട്. അവന്മാരത് ചെയ്യും. പക്ഷേ തമിഴ്നാട്ടിൽ കുറച്ച് ജാഗ്രത വേണം. ഇനിയും സൂര്യയുടെ പടങ്ങൾ റിലീസാകാനുള്ളതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10-13 വർഷമായിട്ട് സൂര്യയുടെ സ്റ്റാർഡത്തിന് ഏറ്റവും കുറവ് വന്നേക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം ടെറിട്ടറി വൈസ് കളക്ഷനിൽ കേരള ബോക്സ് ഓഫീസാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. കർണാടകയൊക്കെ നമ്മളെക്കാൾ വളരെ മുകളിലാണ് ഇപ്പോഴേ കറുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ദൃശ്യത്തോടു കൂടി ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ്ലി അത് വാഷ് ഔട്ട് ആകാനാണ് സാധ്യത. എങ്കിലും 10 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കഴിഞ്ഞ 10 വർഷത്തിൽ മറ്റൊരു സൂര്യ സിനിമയെ അത് സ്വന്തമാക്കിയിട്ടില്ല. 2016 നമ്മുടെ 24
4 ശേഷം ഇപ്പം കറുപ്പാണ്. അത് ഒരു ആശ്വാസം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന വിശ്വനാഥ് ആൻഡ് സൺസ് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അതിനുശേഷം വരുന്ന ജിത്തു മാധവൻ പടം സൂര്യ 47 എന്തോ ആണ്, അത് നിന്ന് കത്തും. നഷ്ടപ്പെട്ട എല്ലാം കംപ്ലീറ്റ്ലി പുള്ളി തിരിച്ച് പിടിച്ച് ഇങ്ങനെ കൈ വെച്ചിരിക്കുന്നത്. അതിനുശേഷം സൂര്യ ഫാൻസിന് കാണാൻ പറ്റും 160 കോടി 5 ദിവസം കൊണ്ട് വാരിക്കൂട്ടിയ കറുപ്പ് 200 കോടിയിലേക്കുള്ള ഓട്ടത്തിലാണ്. അടുത്ത ഈ വീക്കെൻഡോട് കൂടി 200 കോടിയും കഴിഞ്ഞ് തലയെ തൂക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. എന്തായാലും ദൃശ്യം 3 വരുന്നതോടുകൂടി കറുപ്പിൻ്റെ കേരള ബോക്സ് ഓഫീസ് വേട്ട അവസാനിക്കുകയും വേൾഡ് വൈഡ് തുടരുകയും ചെയ്യും. ദൃശ്യം 3 നമുക്കറിയാം, നമ്മുടെ മോളിവുഡിനെ നമ്പേഴ്സ് വൈസ് നമ്മൾ പറഞ്ഞു തുടങ്ങാൻ തന്നെ കാരണമായത് ദൃശ്യം എന്ന് പറയുന്ന 2013 ആ പടമാണ്. അതിനുശേഷമാണ് 50 കോടി 100 കോടി എന്നുള്ള ആ ഒരു നമ്പേഴ്സ് വച്ചിട്ട് ഓരോ സിനിമകളുടെ വിജയം തീരുമാനിക്കുന്ന ലെവലിലേക്ക് നമ്മളും ഇവിടുത്തെ പ്രേക്ഷകരും എത്തിയത്. അതിനു മുമ്പ് വരെ നമ്മൾ എത്ര ദിവസം ഒരു സിനിമ തിയേറ്ററിൽ ഓടി എന്നുള്ളത് അടിസ്ഥാനമാക്കിയായിരുന്നു സിനിമയുടെ വിജയം തീരുമാനിച്ചിരുന്നത്. സോ ആ നമ്പേഴ്സ് വൈസ് നമ്മളെ കളക്ഷൻ വൈസ് ഇങ്ങനെ ഓരോ സിനിമകളുടെ വിജയം നോക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു സിനിമ അതിൻ്റെ 3ാം ഭാഗം വരാൻ നേരത്ത് ഒന്നുറപ്പിക്കാം, പുതിയ ബോക്സ് ഓഫീസ് ഹിസ്റ്ററി ഇവിടെ എഴുതിയിരിക്കും. ഒരു സംശയവും വേണ്ട. 350 കോടിയാണ് ഞാൻ ദൃശ്യം 3ക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന ബോക്സ് ഓഫീസ് ഫിഗർ എന്ന് പറയുന്നത്. അതിന് മേളിൽ പോയി കഴിഞ്ഞാൽ സന്തോഷം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്ത് റെസ്പോൺസ് വരും? നാളെ റിലീസാകുകയാണ്, എന്ത് റെസ്പോൺസ് വരും? അത് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എത്ര കളക്ട് ചെയ്യും? ഇപ്പോൾ എല്ലാവരും നമ്പേഴ്സ് വെച്ചിട്ടാണല്ലോ സിനിമകളെ നോക്കുന്നത്. നമുക്കും നോക്കാം. മോളിവുഡിന് ഇനി 500 കോടി 1000 കോടിയൊക്കെ നോക്കാൻ പറ്റണം. അതിൽ 500 എന്ന് പറയുന്ന ഫസ്റ്റ് ടാർഗറ്റിലേക്ക് നമുക്ക് അധികം വൈകാതെ എത്താൻ പറ്റണം. അത് ലാലേട്ടൻ നമ്മളെ കൊണ്ട് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളെ റിലീസിന്, അതായത് ഫസ്റ്റ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് വേൾഡ് വൈഡ് പ്രീ സെയിൽസ് 50 കോടി വീക്കെൻഡും ഫസ്റ്റ് ഡേ അത് 40 കോടിക്ക് അടുത്തും ചെന്ന് നിൽക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവ് വരണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഇത്രയും വലിയ പ്രീ സെയിൽസ് കാര്യങ്ങളൊക്കെ ദൃശ്യത്തിന് നടന്നിട്ടും ലാലേട്ടൻ ഫാൻസ് ഭയങ്കര എക്സൈറ്റഡ് ഒന്നുമല്ല. കാര്യം എമ്പുരാൻ ഇറങ്ങിയപ്പോൾ നമ്മളത് കണ്ടു, ഇതിൻ്റെ അപ്പുറം നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ഫാൻസ് വെയിറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ലാലേട്ടൻ്റെ അണിയറയിൽ അടുത്ത പടങ്ങൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ അതൊക്കെ നടക്കും. എന്തായാലും ഇത് കമൻറ്റ് ബോക്സിൽ ഇടുക അഭിപ്രായങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.